ശ്രീ പി ആർ ശിവശങ്കർ, ഇപ്പോൾ ഈ സ്നേഹവിരുന്നിൽ പങ്കെടുത്തു, ഇന്നിപ്പോൾ സജി ചെറിയാനെ കൊണ്ട് ഖേദം പ്രകടിപ്പിച്ചു, അത് ബി ജെ പിക്കുള്ള പിന്തുണയായി നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? എനിക്ക് എത്ര നേരം തരുന്നെന്ന് പറഞ്ഞാൽ അതനുസരിച്ച് എൻ്റെ ആൻസർ ചെറുതാക്കിയോ വലുതാക്കിയോ ചെയ്യാം. അതല്ലെങ്കിൽ പറ്റുമെങ്കിൽ ഇഫ് യു ക്യാൻ. താങ്കൾ പറയൂ. ശരി, ഞാൻ 3 ഭാഗമായിട്ട് കേട്ടില്ല. പറഞ്ഞോളൂ. ശരി, ഞാൻ എൻ്റെ ഇടയ്ക്ക് ചോദ്യം ചോദിക്കുന്നു അറിയാം. ഏതായാലും 3 ഭാഗമായിട്ട് ഉത്തരം പറയാം. ഒന്ന്, സജി ചെറിയാൻ്റെ തട്ടത്തിൻ മറയത്തിന് ഇടയിൽ നിന്നുകൊണ്ടുള്ള അനിൽകുമാറിൻ്റെ തട്ടത്തിൻ മറയത്തിന് പുറകിൽ നിന്നുകൊണ്ടുള്ള വിചാരധാരയും മറ്റുള്ള പുസ്തക വായനയുടെയും ഒന്ന്. 2, കമ്മ്യൂണിസത്തിൻ്റെ ചരിത്രം മണിപ്പൂർ വരെയും, അതും നമുക്ക് ആലോചിക്കാം. ആരാണ് യഥാർത്ഥ സുഹൃത്ത്? ഈ 3 കാര്യങ്ങളാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, അദ്ദേഹം നിരന്തരമായി പറയുന്ന ഒരു കാര്യം, ഈ ഹിന്ദുത്വ ഹു ഡിഫൈൻസ് എന്നുള്ള പുസ്തകം, അത് ബെഞ്ച് ഓഫ് തോട്ട്സുമായിട്ട് ബന്ധമുള്ള കാര്യമല്ല. അദ്ദേഹം ആദ്യം പറഞ്ഞാണ് അത് സവർക്കറിൻ്റെ പുസ്തകമാണ്. സവർക്കറിനെ കുറിച്ച് അദ്ദേഹം പറയുമ്പോൾ EMS നമ്പൂതിരിപ്പാട് എഴുതിയൊരു പുസ്തകം അദ്ദേഹം അത് കണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. കാരണം പലരും കണ്ടിട്ടില്ല. കാരണം ആ പുസ്തകം പിന്നെ അടിച്ചിറക്കിയില്ല. 1988 ഇറക്കിയതാണ്. ദ BJP ആൻഡ് RSS ഇൻ ദ സർവീസ് ഓഫ് ദ റൈറ്റ് റിയാക്ഷൻ, പേജ് നമ്പർ 8. ഒന്ന് അനിൽകുമാർ കിട്ടില്ല, കേരളത്തിലെ ഇല്ല, ഇന്ത്യയിൽ ഒരൊറ്റ കോപ്പിയേ ഉള്ളൂ. അത് എവിടെയെന്ന് എന്നെ വിളിച്ച് ഞാൻ പറഞ്ഞുതരാം. ആ കോപ്പിയിൽ എഴുതിയിട്ടുണ്ട്, RSSകാരൻ്റെ സ്മാരകശിലയിൽ, ഇംഗ്ലീഷിലാണ് എഴുതിക്കണം, ഞാൻ മലയാളത്തിൽ വായിക്കുകയാണ്. RSSകാരൻ്റെ സ്മാരകശിലയിൽ അവൻ ജനിച്ചു, RSSൽ ചേർന്നു, RSSകാരനായി മരിച്ചു, ഒന്നും പൂർത്തിയാക്കാതെ എന്നാണ് സവർക്കർ എഴുതിയേക്കുന്നത്. EMS നമ്പൂതിരിപ്പാട് ഈ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഹി സേസ് ദാറ്റ് എന്താണ് അത് സവർക്കറും അതുപോലെ തന്നെ RSSകാരായിട്ടുള്ള ബന്ധം എന്ന് അതിനകത്ത് മനസ്സിലാവും. പിന്നെ ഈ സവർക്കറെയൊക്കെ കുറ്റം പറയുമ്പോൾ 1959 ജൂലൈ 6 സവർക്കറിൻ്റെ വീട്ടിൽ പോയിരുന്ന അന്നത്തെ കൃഷ്ണയ്യർ ഈ മന്ത്രിസഭയെ അനുകൂലിച്ചുകൊണ്ട് കത്ത് മേടിക്കുകയും അതിന് താങ്ക്സ് ലെറ്റർ കൃഷ്ണയ്യർ അന്നത്തെ ലോ മിനിസ്റ്റർ അയക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെ ബന്ധം? ഇവർ നിരന്തരം ഇങ്ങനെയാണ്. ആരെയൊക്കെ ഏത് കാലഘട്ടത്തിൽ എതിർക്കണമെന്ന് ഇവർ നിശ്ചയിക്കും. ഇപ്പോൾ അറിയാമല്ലോ, ഹിറ്റ്ലറെ ഇവർ നിരന്തരമായി എതിർക്കും. 1939 ആഗസ്റ്റ് 23 ഹിറ്റ്ലറായിട്ട് ഇവർ എഗ്രിമെൻ്റ് ഒപ്പിട്ടാണ് ജൂതന്മാരെ കൊന്നു തീർത്തത്. വിശ്വവിഖ്യാതമായ എഗ്രിമെൻ്റാണ് പോളണ്ടിനെയൊക്കെ പുറകിൽ നിന്ന് ആക്രമിച്ചത്. അപ്പോൾ ചരിത്രം ഇവർ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ മറക്കും, ഇടയ്ക്കിടയ്ക്ക് ഇവർ ഇത് മാറ്റിമറിക്കുകയും ചെയ്യും. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇവർ വിചാരധാരയെക്കുറിച്ച് അതിൻ്റെ ആദ്യത്തെ അദ്ദേഹത്തെ തന്നെ വെച്ചാൽ മതി എന്തുകൊണ്ടാണ് അത് എങ്ങനെ പറയേണ്ടി വരുന്നത്. മതം മാറ്റത്തെക്കുറിച്ച് മാത്രമാണ് ഈ ക്രിസ്ത്യൻ മിഷണറിയുമായിട്ടുള്ള ഞങ്ങളുടെ പ്രശ്നമെന്ന് P. മാധവജി അതിൻ്റെ ആഭിമുഖ്യത്തിൽ, അതും 8ാമത്തെ പേജിലാണ്, അദ്ദേഹം വായിച്ചു നോക്കട്ടെ. തട്ടത്തിൻ മറയത്തിന് ഇടയ്ക്കൊക്കെ ഒന്ന് പുറത്തിറങ്ങിയിട്ട് പുസ്തകം മുഴുവനായിട്ട് വായിക്കട്ടെ. ഈ ക്യാപ്സൂൾ മാത്രം വായിച്ചുകൊണ്ട് ഒരു പുസ്തകത്തെ എതിർക്കരുത് എന്ന് ഞാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെടുന്നു. പിന്നെ ചരിത്രം പറയുമ്പോൾ ഇടയ്ക്ക് അങ്ങോട്ടുമൊക്കെ സ്മൃതി ഒന്ന് ചരിത്രം കറക്റ്റ് ചെയ്ത് കൊടുക്കണം. ഈ മണിപ്പൂർ ചരിത്രത്തിൽ ഈ എത്ര പേര് മരിച്ചു? 183 175 2 കണക്കുകളുണ്ട്, ഗവൺമെൻറ് കണക്കുകളും മറ്റുള്ള ആരോപണങ്ങളും. 113 കുക്കികൾ മരിച്ചപ്പോൾ 62 മേത്തികളാണ് മരിച്ചത്. മേത്തികളിൽ 90% ഹിന്ദുക്കളായിരുന്നു. പിന്നെ അതേപോലെ 395 ക്ഷേത്രങ്ങൾ തകർത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ നടന്നത് ഒരു വംശീയ കലാപമാണ്, അല്ലാണ്ട് ഒരു ഹിന്ദു ക്രിസ്ത്യൻ കലാപമല്ല. ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടും മേത്തികളുടെയും പള്ളികൾ തകർത്തിട്ടുണ്ട്, അപ്പുറത്തും തകർത്തിട്ടുണ്ട് എന്നുള്ളത് ജനങ്ങൾ അംഗീകരിച്ച കാര്യമാണ്. ഞങ്ങൾ മാത്രമല്ല, കർദിനാൾ ഓസ്വാൾഡ് ഗ്രേഷ്യസ് അദ്ദേഹം 28-ാം തീയതിയിലത്തെ ജൂലൈ 28-ാം തീയതിയിലത്തെ പ്രസ്താവനയിൽ വളരെ വ്യക്തമായി, ബോംബെയിലെ ഓസ്വാൾഡ് ഗ്രേഷ്യസ് ഏറ്റവും സീനിയറായിട്ടുള്ള കർദിനാൾ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, ഇതൊക്കെ ക്രിസ്ത്യൻ ബിഷപ്പുമാർക്കൊക്കെ മനസ്സിലായി അവിടെ എന്താ സംഭവിച്ചതെന്ന്. നിർഭാഗ്യവശാൽ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർക്ക് ഇത് മനസ്സിലാവില്ല, ചില മാധ്യമ പ്രവർത്തകർക്കും ഇത് മനസ്സിലാവില്ല എന്നുള്ളതാണ് സത്യം. പിന്നെ യഥാർത്ഥത്തിൽ ആരാണ് സുഹൃത്ത് എന്നെങ്ങനെ അറിയുന്നത്? വെൻ ദർ ഇസ് എ ക്രിട്ടിക്കൽ ഇഷ്യൂ, ആ സമയത്തല്ലേ യഥാർത്ഥ സുഹൃത്തുക്കൾ പ്രത്യക്ഷപ്പെടേണ്ടത്. നോക്കൂ, ഈ കേരളത്തിൽ പോലും നമുക്കറിയാം, ഈ പാലാ ബിഷപ്പിൻ്റെ പ്രസ്താവന വന്നപ്പോൾ അങ്ങോട്ട് പ്രകടനം, ഇവിടുത്തെ ISIS പ്രകടനം നടത്തിയപ്പോൾ ആരാണ് അതിനെ ശക്തമായിട്ട് എതിർത്തത്? BJP നേതാക്കളാണ്. ഞങ്ങൾ പോയി നിന്നിട്ടാണ് അതിനെ ശക്തമായി എതിർത്തതും പാലാ ബിഷപ്പിന് പിന്തുണ പ്രഖ്യാപിച്ചതും. അതുപോലെ തന്നെ അവരും മലരും കുന്തിരിക്കവും വാങ്ങി വെച്ചോളുന്നപ്പോൾ ഒരൊറ്റ CPM-കാരൻ അതിനെ എതിർത്ത് പറഞ്ഞിരുന്നോ? പ്രകടനം നടത്തിയിരുന്നോ? ഞങ്ങളല്ലേ അതിനെതിരെ ശക്തമായി നിലകൊണ്ടത്. അപ്പോൾ കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിനും ബിഷപ്പുമാർക്കും അറിയാം, അവർക്കൊരു ആപൽക്കരമായ പ്രശ്നം വരുമ്പോൾ ആരാണ് അവരുടെ കൂടെ നിൽക്കുന്നത് എന്ന് അവർക്ക് കൃത്യമായിട്ട് അറിയാം. പിന്നെ 80-20 വിഷയത്തിൽ, സംവരണ വിഷയത്തിൽ, നികൃഷ്ടജീവി പ്രയോഗത്തിൽ, അതുപോലെ തന്നെ ഹമാസ് രക്ഷാപ്രവർത്തനം നടത്തുവാൻ വേണ്ടി ഇടതുപക്ഷം ദീർഘമായി ശ്രമിച്ചു.
ശ്രമിച്ചപ്പോഴൊക്കെ ശക്തമായി ഈ CPM-നെതിരെ ഇവിടുത്തെ കർദിനാൾമാരും ബിഷപ്പുമാരും പറഞ്ഞതാണ്. അതുകൊണ്ട് അവരെ പഠിപ്പിക്കാൻ വരണ്ട. എനിക്ക് അവിടെയാണ് പിന്നെ കേരളത്തിൽ തന്നെ സെന്റ് പോൾസ് ഞാനൊന്ന് ചോദിക്കട്ടെ, താങ്കൾ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് താങ്കൾ ഇപ്പോൾ ചരിത്രം താങ്കളുടെ രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞു അല്ലെ? ഈ നികിഷ്ടജീവി പ്രയോഗം അത് ഒരുപാട് നമ്മൾ ചർച്ച ചെയ്തതാണ്. മാർ ചിറ്റിലപ്പള്ളി തന്നെ അത് മറക്കുന്നു എന്ന് പറഞ്ഞതാണ്. പിന്നീട് ക്രൈസ്തവ സമൂഹവും CPM-ഉം കൂടെ ഒരുമിച്ചുള്ള കാര്യങ്ങളും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അതിലേക്ക് പോകേണ്ടതില്ല. പല സമയത്ത് ഇണങ്ങിയും പിണങ്ങിയും ഒക്കെ ആ രൂപത്തിൽ പോകുന്നുണ്ട്. ഞാൻ ചോദിക്കുന്നത് കുറിച്ചാണ്, ആ ആക്രമണത്തിൽ പ്രതികരിക്കാത്ത മതമേലധ്യക്ഷന്മാരെ കുറിച്ചാണ്. താങ്കൾ ഈ പറഞ്ഞ കണക്കുകളും സുപ്രീം കോടതിക്ക് മുന്നിലെ കണക്കുകളും ഉണ്ടല്ലോ. താങ്കൾ അവിടെ പറയുന്നത് അത് കാലങ്ങളായുള്ള സംഘടനമാണെങ്കിൽ, കാലങ്ങളായിട്ടുള്ള സംഘർഷമാണെങ്കിൽ സുപ്രീം കോടതി ഒരു പ്രത്യേക സമിതിയെ പരിശോധിക്കാൻ വെക്കില്ലല്ലോ. അവിടെ ക്രൈസ്തവർക്കെതിരെ 525 ആക്രമണങ്ങൾ ഉണ്ടായി. 2023 ആദ്യത്തെ 8 മാസം 525 ആക്രമണങ്ങൾ. ആദ്യത്തെ 8 മാസമാണ്, ഓർക്കണം. സുപ്രീം കോടതിയിൽ വന്ന ഹർജിയിൽ പറഞ്ഞത് 600-ലേറെ ക്രൈസ്തവ ദേവാലയങ്ങൾ ആക്രമിക്കപ്പെട്ടു എന്നാണ്. താങ്കൾ ഇപ്പോൾ മറ്റൊരു ആർച്ച് ബിഷപ്പിന്റെ കാര്യം പറഞ്ഞു. 36 മണിക്കൂറിൽ 249 ക്രിസ്ത്യൻ ദേവാലയങ്ങൾ തകർത്തു എന്ന് പറഞ്ഞത് അവിടുത്തെ ആർച്ച് ബിഷപ്പ് ഡൊമിനിക് ലുമനാണ്. അപ്പോൾ ഈ കണക്കുകൾ നമ്മുടെ മുന്നിലുണ്ട്. താങ്കൾ എത്ര നിഷേധിച്ചാലും ആ കണക്കുകളുണ്ട്. അതിനെന്താ അപ്പുറത്ത് മേധികളും കൊല്ലപ്പെട്ടല്ലോ എന്ന് പറയുന്നതിന് എന്ത് ന്യായമാണ്? അവിടെ സമാധാനം നശിച്ചിട്ടുണ്ടെങ്കിൽ, അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമണം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദി ആരാണ്? അവിടുത്തെ സർക്കാരാണ്. അത് പരിഹരിക്കുന്നതിൽ എന്താണ് അവിടുത്തെ സർക്കാർ ചെയ്തിട്ടുള്ളത്? അവിടുത്തെ മുഖ്യമന്ത്രി എങ്ങനെയാണ് സംരക്ഷിച്ചത്? എന്തുകൊണ്ട് പ്രധാനമന്ത്രി ആ വിഷയത്തിൽ പ്രതികരിച്ചില്ല? ഇതൊക്കെ നമ്മൾ ചർച്ച ചെയ്തതാണ്. താങ്കൾ ഇനി ഈ ക്രൈസ്തവ സമൂഹമാണ് അപ്പുറത്തേക്ക് ആക്രമിച്ചതെന്ന് വാദം പറയില്ലല്ലോ. നിങ്ങളാണല്ലോ ഇപ്പോഴത്തെ രക്ഷകരായി വന്നിരിക്കുന്നത്. എന്തുകൊണ്ട് ഈ വിഷയത്തിൽ പ്രധാനമന്ത്രി പ്രതികരിച്ചില്ല എന്ന ചോദ്യം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ശ്രീ ശിവശങ്കർ ശരി, ഞാൻ ഉത്തരം പറയാം. അത് ഈ ഞാൻ പറഞ്ഞല്ലോ, ഇത് നിങ്ങൾക്കിപ്പോൾ നിർഭാഗ്യവശാൽ സ്മൃതി ഈ പറയുന്ന 395 ക്ഷേത്രങ്ങളുടെ കണക്ക്, അത് രണ്ട് ഭാഗത്തുമുള്ള ക്ഷേത്രങ്ങൾ തകർക്കപ്പെട്ടിട്ടുണ്ടെന്നുള്ളതുകൊണ്ട് ഒരു വളരെ നല്ല രീതിയിൽ സ്മൃതി അത് മറന്നുപോകും. അത് സ്മൃതി മാത്രമല്ല കേട്ടോ, എല്ലാ ചാനൽ അവതാരകർക്കും മറവിരോഗം ബാധിക്കുന്ന ഒരു പ്രത്യേക ക്ഷേത്രങ്ങൾ അവിടെ തകർത്തു. അവിടുത്തെ ക്രമസമാധാന നില തകർന്നിട്ടുണ്ടെങ്കിൽ ആരാണ് ഉത്തരവാദി? ആര് തകർത്തു ശ്രീ ശിവശങ്കർ? അല്ല, ഞാൻ അതിപ്പം ഒരു വലിയ ഞാൻ പറയാം, ഒരു വലിയ ലഹള നടക്കുമ്പോൾ എല്ലാവരും വെടിവെച്ച് കൊല്ലെന്നാണോ പട്ടാളത്തെ വിട്ടിട്ട് സ്മൃതിയുടെ അഭിപ്രായം? വലിയ ലഹള നടക്കുമ്പോൾ അവിടെ എന്ത് ചെയ്തു? അവിടെ ആക്രമണം നടത്തിയ വിഭാഗത്തിന് എങ്ങനെയാണ് പോലീസിന്റെ ആയുധങ്ങൾ കിട്ടിയത്? ഇതൊക്കെ കോടതിക്ക് മുന്നിൽ വന്ന രേഖകളാണ് ശ്രീ ശിവശങ്കർ. അവിടെ സ്ത്രീകൾ നഗ്നരാക്കപ്പെട്ട് രക്ഷ തേടി ഓടുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നപ്പോൾ ആ ദൃശ്യം എങ്ങനെ പുറത്തു വന്നു എന്ന പരിശോധനയ്ക്കാണ് ശ്രമിച്ചത്. ആ ദൃശ്യം എങ്ങനെ ഉണ്ടായി എന്ന പരിശോധനയ്ക്കല്ല. ഇതിനൊക്കെ മറുപടി വേണ്ടേ? ആ ചോദ്യം ഉണ്ടായിട്ടുണ്ട്. മെയ്തികളും മരിച്ചിട്ടുണ്ട്. ഇത് നിങ്ങൾ ഒരു ഭാഗത്തിന്റെ കണക്ക് മാത്രമേ പറയുന്നത്. അവിടെ ഹിന്ദുക്കളും മരിച്ചിട്ടുണ്ട്, ക്ഷേത്രങ്ങൾ തകർന്നിട്ടുണ്ട്. അത് ക്രിസ്ത്യാനികൾ തകർത്തതല്ല, രണ്ട് വിഭാഗത്തിൽ. ഇപ്പം ഞാൻ നോക്കൂ, ഇപ്പോൾ ഒരു നാടാർ വിഭാഗവും മറ്റൊരു വിഭാഗവുമായിട്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും രണ്ട് വിഭാഗമായിട്ട്, നാടാരിൽ തന്നെ ക്രിസ്ത്യൻ ഹിന്ദു വിഭാഗങ്ങളില്ലേ? അവിടെ ആക്രമണം നടക്കുമ്പോൾ രണ്ടുപേരും ആക്രമിക്കപ്പെടും. അതൊന്നും മനസ്സിലാക്കാതെ ദൂരെ ഇരുന്നുകൊണ്ട് ഇത്തരം രാഷ്ട്രീയം പറയുന്നതിൽ ഒരു മാന്യത കുറവില്ല. ഞാൻ ചോദിക്കുന്നത്, ക്രൈസ്തവ സമൂഹത്തിന് ഇങ്ങനെ സ്നേഹവിരുന്ന് നൽകുമ്പോൾ ഒരു ഉറപ്പ് ലഭിക്കേണ്ടതല്ലേ? നിങ്ങളുടെ പള്ളികൾ ഇനി ആക്രമിക്കപ്പെടില്ല. നിങ്ങളുടെ പള്ളികൾ, കേരളത്തിലെ പള്ളികൾ ആക്രമിക്കപ്പെടുന്നില്ല. മറ്റിടത്ത് ഈ പറഞ്ഞതുപോലെ വടക്കേ ഇന്ത്യയിലാണ് സംഭവിക്കുന്നത് എന്നുള്ള കാര്യം ഇപ്പോൾ സഭാപ്രതിനിധി തന്നെ പറഞ്ഞല്ലോ. അവിടെ പള്ളികൾക്ക് നേരെ ആക്രമണം ഉണ്ടാകില്ല, ഒരു കാന്താമാൾ ഇനി ആവർത്തിക്കില്ല എന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ? അങ്ങനെ ഒരു ഉറപ്പ് എന്തുകൊണ്ട് നൽകുന്നില്ല പ്രധാനമന്ത്രി? അങ്ങനെ ഒരു ചോദ്യം വന്നില്ല എന്നുള്ള സൗകര്യമായി. അവിടെയാണ് ശ്രീ അനിൽകുമാർ പറഞ്ഞതുപോലെ ചില ബിഷപ്പുമാർക്ക്, മതമേലധ്യക്ഷന്മാർക്ക് ED അന്വേഷണം വരുന്നു. ആ ഭയമുള്ളത് കൊണ്ട് ചോദ്യങ്ങൾ ചോദിക്കാതിരിക്കുന്നു, ആശങ്ക പറയാതിരിക്കുന്നു. അല്ല, ഇത് ഒന്ന് ഞങ്ങൾ ആക്രമിക്കില്ല എന്ന് പറയാൻ ഞങ്ങളല്ലല്ലോ ആക്രമിക്കുന്നത്. BJP-യുടെയോ RSSൻ്റെയോ പ്രവർത്തകർ ആക്രമിക്കില്ല. ശിവറാം സേന എന്നൊക്കെ പറഞ്ഞ് പല ഔട്ട്ഫിറ്റ്സ് ഉണ്ടല്ലോ. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റ് പാർട്ടിക്ക് നക്സലൈറ്റിൻ്റെ അഭിപ്രായം ആക്രമിക്കില്ല എന്ന് പറയാൻ പറ്റുമോ? വി ആർ നോട്ട് ഞങ്ങൾക്കറിയില്ല. ചില അത്തരത്തിലുണ്ടായെങ്കിൽ ഞങ്ങൾ തീർച്ചയായിട്ടും അതിനെ അപലപിക്കുന്നു, ഞങ്ങൾ ചെയ്യുകയും ചെയ്യാം. ഇവിടെ സം പീപ്പിൾ വാണ്ടഡ് ടു ബിക്കം എ കൺസൾട്ടന്റ് ഓഫ് എവറിത്തിങ്. മേദികൾ ആക്രമണം നടത്തുന്ന ഘട്ടത്തിൽ മേദികളെ ന്യായീകരിച്ചതാരാണ്? കുക്കികളും മരിച്ചിട്ടുണ്ട്.
അല്ല, അവിടെ കുക്കുകളും മരിച്ചിട്ടുണ്ട്, മേധികളും മരിച്ചിട്ടുണ്ടെന്നാണ് അഭിപ്രായം പറഞ്ഞത്. ഞാനും എൻ്റെ പാർട്ടി നേതാക്കളും അതൊരു വംശീയ ലഹളയാണ്, അതൊരു മതപരമായ ലഹളയല്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് ഇത്തരം ഉദാഹരണം പറഞ്ഞു എന്നേ ഉള്ളൂ. ആരെയും ന്യായീകരിച്ചതല്ല. മരണപ്പെട്ടവർ എല്ലാവരും എല്ലാ കാര്യത്തിലും ദുഃഖിതരാണ്, ഒരു സംശയവുമില്ല. ആ ദുഃഖം പ്രധാനമന്ത്രിയിൽ കണ്ടില്ല. ആൻഡ് ഹൂ ഈസ് ദ CPM ടു നിങ്ങളുടെ ഒരു പ്രത്യേക കണ്ണട വെച്ച്, ആ 35,000 കണ്ണട വെച്ചാണ് സ്മൃതി, അത് മാറിക്കിട്ടും. നല്ല കണ്ണട മേടിച്ച് വയ്ക്കൂ. ലെറ്റ് മീ സി അതർ തിങ്. ഇവരാരാ ഇതിനെ ഈ എല്ലാത്തിനും കൺസൾട്ടൻ്റ് ആവാൻ? ദർ ഇസ് അനദർ വേർഡ് വിച്ച് വെൻ യു ഫെയിൽ എവ്രിവെയർ യു ബിക്കം എ കൺസൾട്ടൻറ്റ് എന്നുണ്ട്. ഇപ്പോൾ റിട്ടയേർഡ് സീഡ് ബുൾ സേസ് ദാറ്റ് വി ആർ കൺസൾട്ടൻറ്റ്. ഒരു പണിയില്ലാണ്ട് കേരളത്തിൽ മാത്രം ഭരണമുണ്ടായി, അവിടെ ഭരണത്തിൽ മുഖ്യമന്ത്രിയും മരുമകനും മാത്രം ഭരണം നടത്തുമ്പോൾ പണിയില്ലാത്ത മന്ത്രിമാർ നടത്തുന്ന ഒരു പണിയാണ് ഈ കൺസൾട്ടൻസി. അത് സംസ്ഥാനത്തെ കർദിനാൾമാരും ബിഷപ്പുമാരും എന്തു പറയണമെന്ന് ഇവർ നിശ്ചയിക്കും. ഇവരാരിതൊക്കെ നിശ്ചയിക്കാൻ? അവർക്കൊരു പണിയുമില്ല. കാരണം മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ 2 സെക്രട്ടറിമാരും മരുമോനും കൂടെ പണിയൊക്കെ എടുക്കും. ഇവിടെ ഇറങ്ങിയിട്ട് ബിഷപ്പുമാരെ ഉപദേശിക്കുവാനും അതുപോലെ തന്നെ കുറച്ച് നാൾ മുമ്പ് നമുക്കറിയാം G. സുധാകരനും ശ്രീമതി ടീച്ചറും ഹിന്ദു സന്യാസിമാരെയും അവിടുത്തെ പൂജാരിമാരെയും ഉപദേശിക്കും. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.